സുഹൃത്തുക്കളെ, ഇന്ന് 2026 മെയ് മാസം 15-ാം തീയതി. ഇന്ന് കേരളം ഇതുവരെ കാണാത്ത ഒരു സമരത്തിന് സാക്ഷ്യം വഹിച്ചു. ആ സമരം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, KSRTC ബസ്സിൽ കേരളത്തിലെ സ്ത്രീകൾക്ക് സൗജന്യമായി യാത്ര ചെയ്യാനുള്ള അനുവാദം നൽകുമെന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഐക്യജനാധിപത്യ മുന്നണി പ്രഖ്യാപിച്ചു. രാഹുൽ ഗാന്ധിയാണ് പ്രഖ്യാപിച്ചത്. രാഹുൽ ഗാന്ധി പടത്തരം കാണിച്ചാണെന്നുള്ള വേറെ കാര്യം. അങ്ങനെ അത് അസാധ്യമായൊരു കാര്യമാണ്. കാരണം വെച്ചാൽ ഈ സ്ഥാപനത്തെ നഷ്ടത്തിലൂടെ ഉള്ളൂ. കാരണം ഒരു നേരം പോക്കിന് വേണ്ടിയിട്ട് AC ബസ്സിൽ വരെ വെറുതെ കയറിയിട്ട് തിരുവനന്തപുരത്ത് നിന്ന് തൃശ്ശൂരോട്ട് വന്നിട്ട് അടുത്ത ബസ്സിൽ തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന ആൾക്കാരുണ്ടാവും ഇന്നത്തെ സമയത്ത്. ആ സമയത്ത് മൊബൈൽ ഫോണിൽ നോക്കി ഇരിക്കും ചെയ്യാം, AC ഇരിക്കും ചെയ്യാന്നൊക്കെ കരുതിയിട്ട്. അതെന്തോ ആവട്ടെ. പക്ഷെ ആ വാദം ഏറ്റുപിടിച്ചുകൊണ്ട് സമരത്തിനിറങ്ങി കുറേ മഹിളാരത്നങ്ങൾ. ഇത് മഹിളാ മോർച്ചയുടെ നേതാക്കന്മാർ, യുവമോർച്ചയുടെ വനിതാരത്നങ്ങൾ. എന്ത് വിവരക്കേടാണെന്നുള്ളത് ആലോചിച്ച് നോക്കണം. കാരണം ഒരു മന്ത്രിസഭ രൂപീകരിക്കാതെ, ഒരു മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞയേക്കാതെ, മന്ത്രിസഭ രൂപീകരിക്കാതെ, അതിൻ്റെ ക്യാബിനറ്റ് മീറ്റിംഗ് കൂടാതെ അത്തരം ഒരു കാര്യത്തിൽ നയപരമായ തീരുമാനമെടുക്കാൻ കഴിയില്ല. ഒരു പാർട്ടി ജയിച്ചു എന്ന് എഴുതിയിട്ട് രാഹുൽ ഗാന്ധി വിളിച്ചു പറഞ്ഞതോ വിവരക്കേട് പോട്ടെ. പക്ഷെ രാഹുൽ ഗാന്ധി പറയുമ്പോൾ രാഹുൽ ഗാന്ധി പ്രതീക്ഷിക്കുന്നത് 15-ാം തീയതിക്ക് മുമ്പ് മന്ത്രിസഭ വരും എന്നുള്ളതാണ്. മന്ത്രിസഭ വരാതെ അങ്ങനെ തീരുമാനം എടുക്കാൻ പറ്റില്ല എന്നുള്ള സാമാന്യമായ ബോധം പോലും ഇല്ലാത്തവരാണോ ഒരു രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ മഹിളാ നേതാക്കന്മാർ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ്. മഹിളാ മോർച്ച നടത്തിയിട്ടുള്ളത് ഒരുതരം കപട സമരമാണ്, വൃത്തികെട്ട സമരമാണ്, ചീഞ്ഞ സമരമാണ്, നാണം കെട്ട സമരമാണ്. ഇവർക്കൊക്കെ വേറെ വല്ല പണിക്കും പോയിക്കൂടെ എന്നുള്ളതാണ്. വേറെ പണിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലും റെയിൽവേ സ്റ്റേഷനിലോ ബസ് സ്റ്റാൻഡിലോ കൈ കാണിച്ച് ആൾക്കാരെ വശീകരിച്ച് കൊണ്ടുപോയിക്കൂടെ എന്നുള്ളതാണ് ചോദിക്കാനുള്ളത്. പച്ച മലയാളത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ ഇവരെ പറ്റുള്ളൂ. അതിന് പറ്റുന്നവരെ മാത്രമേ ഇപ്പം മഹിളാ മോർച്ചയിൽ അടുപ്പിക്കുന്നുള്ളൂ. അല്ലാതെ മാന്യമായി പ്രവർത്തിക്കുന്നവരെയൊന്നും മഹിളാ മോർച്ചയിൽ അടുപ്പിക്കുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യം. മഹിളാ മോർച്ചയിൽപ്പെട്ട ഒരുപാട് സ്ത്രീകൾ പങ്കിട്ട അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പം ഞാൻ പറയുന്നത്. പണ്ട് കോൺഗ്രസിനെ കുറിച്ച് പറയുമായിരുന്നു, പായ വിരിച്ചാലേ നേതാവാകാൻ പറ്റുള്ളൂ എന്നുള്ളത്. ഇവിടെ പായ വിരിച്ചാലും പാവാട പൊക്കി കൊടുത്താലും മാത്രമേ നേതാവാകാൻ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥ ഈ പാർട്ടിക്കകത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് തിരുത്തേണ്ടതാ. അത് BJPക്കാർ തിരുത്തേണ്ടതാ. എന്തുകൊണ്ടാ ജനാധിപത്യ മഹിളാ അസോസിയേഷനെ കുറിച്ച് അങ്ങനെ ആക്ഷേപം ഉണ്ടാവത്ത്? ഞാൻ DYFIക്ക് അങ്ങനത്തെ ആക്ഷേപമില്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പഴയ DYFIക്കാരനായിരുന്നു, പഴയ SFIക്കാരനായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുത്തിപ്പൊക്കി വരും ഓരോരുത്തർ. ഞാൻ പറഞ്ഞു, കഴിഞ്ഞ 20 വർഷമായി ഞാനൊരു പാർട്ടിക്ക് വോട്ട് ചെയ്യാത്ത ഒരാളാണ്. ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ച ആളാണ്. CPIഎമ്മുമായിട്ട് എനിക്കൊരു ബന്ധവുമില്ല. മാത്രമല്ല ഞാൻ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിനെ അംഗീകരിക്കുന്ന ആളാണ്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്, എനിക്ക് റീസൺസ് ഉണ്ട്. എനിക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ മുമ്പിൽ. മെയ് 15-ന് ഇന്ന് ഉള്ള KSRTC ബസ്സിൽ മുഴുവൻ കയറിയിട്ട് ടൂർ പോയിരിക്കുക. ഏത് ആശുപത്രിക്ക് പോയതല്ല, ഇവർക്ക് ടൂർ പോകാൻ വേണ്ടിയിട്ടല്ല ഈ ഫ്രീ ആയിട്ടുള്ള കാര്യം. ഇനിയിപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞെങ്കിൽ തന്നെ പറഞ്ഞിട്ടുണ്ടാകുക. എന്തെങ്കിലും അടിയന്തര അത്യാവശ്യ കാര്യങ്ങൾക്ക് പോകേണ്ടവർക്ക്, ചെറിയ ദൈനംദിന വേതനം മേടിച്ചിട്ടുള്ള ജോലികൾ ചെയ്യുന്നവർക്ക്, അവർക്ക് ആശ്വാസം എന്നുള്ള രീതിയിലാണ് ബാംഗ്ലൂർ മെട്രോയിൽ ഉണ്ടായിട്ടുള്ളത് പോലെയുള്ള ഇളവാണ് പറഞ്ഞിട്ടുള്ളത്, പ്രഖ്യാപിച്ചിട്ടുള്ളത്. പക്ഷെ അത് കരുതിയിട്ടുള്ള അമ്മച്ചിമാർ കൊച്ചമ്മമാർ മുഴുവൻ കയറി തിരക്കി അങ്ങ് കയറി വന്നു. അവർക്ക് ആകെയുള്ള പ്രശ്നം എന്ന് വെച്ചാൽ അവർ കയറിയ കമ്പാർട്ട്മെന്റിൽ ഇപ്പോൾ ആണുങ്ങൾ ആരും അടുത്തിരിക്കാണ്ടായില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് അവർ ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും നടന്നില്ല. ഇതാണ് അവരെ പ്രശ്നപ്പെട്ടായിട്ടുള്ളത്. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കുറച്ച് തറഭാഷയാണ് പറയുന്നത് എന്നുള്ളത് എനിക്കറിയാം. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നീറ്റ് പരീക്ഷയെക്കുറിച്ച് എന്താ നിങ്ങൾ ഉണ്ടായിരിക്കുന്നത്? ലക്ഷോപലക്ഷം കുട്ടികളുടെ പ്രതീക്ഷയായിട്ടുള്ള നീറ്റ് എൻട്രൻസ് എക്സാം, അതിനകത്ത് നടന്ന ക്രമക്കേടിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു അക്ഷരം മിണ്ടണ്ടേ? അത് മിണ്ടുന്നില്ലല്ലോ. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് സമരം നടത്തണ്ടല്ലോ, ഒന്നും വേണ്ടല്ലോ. മഹിളാ മോർച്ച KSRTCയിൽ കയറിയിട്ട് ഇതായിരിക്കുക. ഇനി അവളുമാരുടെ സാനിറ്ററി പാടും കൂടി പറക്കേണ്ട പണി ഈ KSRTC ഡ്രൈവർക്കും മറ്റവർക്കും വരിക. കയറി ഒരു പൈസ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഡ്രൈവറും കണ്ടക്ടറും കയ്യിൽ നിന്ന് പൈസ എടുത്ത് കൊടുക്കണം, പാവപ്പെട്ടവർ. ഇപ്പോഴാണ് കുറച്ച് കാലമായിട്ട് അവർക്ക് ശമ്പളം കൃത്യമായിട്ട് കിട്ടണേ. അതുകൊണ്ട് ഇനിയിപ്പോൾ ഉണ്ടാവില്ല എന്നുള്ള അറിയില്ല. ഈ സ്ഥാപനം തന്നെ പൂട്ടിപ്പോകുന്ന രീതിയിലേക്കുള്ള പ്രഖ്യാപനമാണ് രാഹുൽ ഗാന്ധി നടത്തിയത്. ആ രാഹുൽ ഗാന്ധി നടത്തിയ പ്രഖ്യാപനത്തെ നടപ്പിലാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് മഹിളാ മോർച്ച രംഗത്തേക്ക് ഇറങ്ങിയത്. വിവരമില്ലാത്ത തീരുമാനമെന്ന് മാത്രമേ എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളൂ. ഞാൻ അതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കുന്ന 50 രൂപയ്ക്ക് പെട്രോൾ കൊടുക്കാമെന്ന് പറഞ്ഞത് ആരാ? കെ സുരേന്ദ്രനല്ലേ പറഞ്ഞത്? ഇന്ത്യയിൽ 50 രൂപയ്ക്ക് കേരളത്തിൽ പെട്രോൾ കിട്ടും നിങ്ങൾക്ക് എന്ന് പറഞ്ഞ് പ്രസംഗിച്ചത്. ഞാൻ വേണമെങ്കിൽ വീഡിയോ എടുത്ത് കാണിച്ചു തരാം.
ചലഞ്ച് ചെയ്യാം നിങ്ങളെ. 50 രൂപയ്ക്ക് പെട്രോൾ കിട്ടും, 1 ലിറ്റർ പെട്രോള്. ഇനി വേണമെങ്കിൽ പറയാം 50 രൂപയ്ക്ക് പെട്രോൾ കിട്ടുന്ന ഞാൻ പറഞ്ഞിട്ടുള്ളൂ, 1 ലിറ്റർ എന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ളത്. അങ്ങനെ വേണമെങ്കിൽ ന്യായീകരിക്കും എന്നുള്ളത് എനിക്കറിയില്ല. നരേന്ദ്രമോദി വന്നു കഴിഞ്ഞാൽ പിന്നെ 10 ലക്ഷം രൂപ വരെ നിങ്ങളുടെ കടങ്ങൾ എഴുതി തള്ളും എന്നൊക്കെ പറഞ്ഞ് തള്ളിയവരുണ്ടല്ലോ. അപ്പോൾ ആ നാറികളോടാണ് പറയാനുള്ളത്. നാറികളോട് നാറിത്തരം അല്ലാതെ വേറൊന്നും പറയാനില്ല. അവരെ നാറികളൊന്നല്ലാതെ വേറൊന്നും വിളിക്കാനും പറ്റില്ല. അതാണ് പ്രശ്നം. എനിക്ക് മാന്യമായ ഭാഷ കൈകാര്യം ചെയ്യുന്നതിനകത്ത് വലിയ പ്രശ്നമുണ്ട്, വൈകാരികമായിട്ടുള്ള വിഷയങ്ങൾക്കകത്ത്. എന്തായിരുന്നാലും ഞാൻ പിന്നെ ഇവരുടെ തെരഞ്ഞെടുപ്പ് മായി ബന്ധപ്പെട്ട റിവ്യൂ നാളെ നടക്കണം പോലും. എവിടെ? മാരാർജി ഭവനത്തിൽ. ആ മാരാർജിക്കെങ്ങാനും ജീവൻ വെച്ച എല്ലാത്തിനെയും കൂടി ഓടിച്ച് പുറത്തേക്ക് വിടും. KG മാരാർ കേരളം ആദരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്, അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടിട്ടുള്ളതാണ്. അദ്ദേഹവും EMS നമ്പൂതിരിപ്പാടും G കാർത്തികേയനും കൂടി പങ്കെടുത്ത ഒരു പരിപാടിക്കകത്ത് EMSന്റെ കൈ പിടിച്ചു കൊണ്ടുപോകാൻ എനിക്കൊരു ഭാഗ്യം കിട്ടി. മാരാർജി ഉണ്ടായിരുന്നു. എന്തൊരു പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടി സംസാരിച്ച ഒരു യോഗ. KG മാരാർ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹത്തെ കേരളം മുഴുവൻ ആദരിക്കുന്നുണ്ടോ ഇല്ലെന്നുള്ളത് എൻ്റെ വിഷയമല്ല. ഞാൻ ആദരിക്കുന്നുണ്ട്. എൻ്റെ മനസ്സിൽ എൻ്റെ ചങ്കിലിടമുണ്ട് അദ്ദേഹത്തിന്, KG മാരാർക്ക്. P പരമേശ്വരന് എൻ്റെ മനസ്സിനകത്തൊരു ഇടമുണ്ട്. അത് ഐഡിയോളജിക്കൽ പൊളിറ്റിക്സ് അവരുടേതായ രീതിയിൽ അവർ അവതരിപ്പിക്കുന്നു എന്നുള്ളതിൻ്റെ പുറത്ത് എനിക്ക് അവരോട് വിയോജിപ്പില്ല. അവരുടെ വിശ്വാസം അതാണ്, എൻ്റെ വിശ്വാസം വേറൊന്നാണ് എന്നുള്ള രീതിയിലേ ഉള്ളൂ. അവർ പലപ്പോഴും അവരുടെ വിശ്വാസത്തിലേക്കും അവരുടെ ചിന്താധാരയിലേക്കും നമ്മളെ അറിയാതെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നു എന്നതുപോലും ഞാൻ ഭയപ്പെട്ടു പോയിട്ടുണ്ട്. അങ്ങനെ ഇന്ന് ആകർഷിക്കാൻ കഴിവുള്ള ആരാളുള്ളത്? ഞാൻ പിന്നെ ഇതിനകത്തുണ്ടായിരുന്ന ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ കുഴപ്പം എന്ന് പറഞ്ഞാൽ പടവലങ്ങ പോലെ കീഴ്പ്പെട്ട് വളരെയാണ് കേരളത്തിലെ BJP. ഒരു സീറ്റും ഇല്ലാത്തടത്ത് 3 സീറ്റ് ഉണ്ടാക്കിയിരുന്നു. 2016 പിന്നെ യുവന്മാരുടെ അമ്മയപ്പനായിരുന്നു 1 സീറ്റ് ഉണ്ടായിരുന്നത് നേമത്ത്. രാജഗോപാൽ MP അല്ല MLA ആയിരുന്നില്ലേ? 10 വർഷം കഴിയുമ്പോൾ അവർക്ക് 3 സീറ്റായി. അതിൻ്റെ ചരിത്രത്തിലേക്ക് വരാം. അതിനു മുമ്പ് പിന്നെ ഞാൻ നിങ്ങളെ കോൾ റെക്കോർഡ് കേൾപ്പിക്കാം. ഇവർ PR വർക്ക് കൊടുത്തിട്ടുള്ളത് എങ്ങനെയായിരുന്നു എന്നുള്ളത് അത് നിങ്ങൾ കേൾക്കേണ്ടതാണ്. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും നിങ്ങൾ കേട്ടിരിക്കേണ്ടതാണ്. ഹലോ രാജൻ, ശീല എന്തൊക്കെയുണ്ട്? ഹലോ ശീല കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നു. എവിടെയാ? മാധ്യമപ്രവർത്തകയായിട്ടുള്ള മുതിർന്ന മാധ്യമപ്രവർത്തകയായിട്ടുള്ള ശ്രീല പിള്ളയുമായിട്ട് ഞാൻ ഇന്ന് രാത്രി സംസാരിച്ച സംഭാഷണത്തിൻ്റെ ഭാഗങ്ങളാണ് ഞാൻ നിങ്ങളെ ഇപ്പോൾ കേൾപ്പിക്കുന്നത്. ശ്രീല പിള്ള ചെറുപ്പം തൊട്ടേ ABVP-യിലൂടെയും പിന്നെ യുവമോർച്ചയിലൂടെയൊക്കെ കടന്നു വന്നിട്ടുള്ള വ്യക്തിയാണ്. BJP അനുഭാവിയാണ്. എന്നിട്ട് പോലും ചില കാര്യങ്ങൾ തുറന്നു പറയുന്നു. ലക്ഷങ്ങളുടെ തട്ടിപ്പ് PR വർക്കിൻ്റെ പേരിൽ ഈ തെരഞ്ഞെടുപ്പിൽ നടന്നു. പാവപ്പെട്ട BJP-ക്കാരെ അറിഞ്ഞിട്ടില്ല. അവരറിയണത് നാളത്തെ യോഗത്തിൽ ചർച്ച ചെയ്യപ്പെടണം. ഞാൻ ബാക്കി കേൾപ്പിക്കാം. തലസ്ഥാനത്ത്, രാജ്യത്തിന്റെ തലസ്ഥാനത്താണോ സംസ്ഥാനത്തിന്റെ തലസ്ഥാനത്താണോ? സംസ്ഥാന തലസ്ഥാനത്ത്. അവിടെ 3 സീറ്റ് കിട്ടിയില്ല, സന്തോഷം പ്രകടിപ്പിക്കാൻ വേണ്ടി വന്നാണോ BJP-ക്ക്? 3 സീറ്റ് കിട്ടുന്നതിൽ BJP-ക്ക് സന്തോഷം പ്രകടിപ്പിക്കാനുണ്ടോ? അതൊരു വലിയ ചോദ്യമാണ്. യുവമാരെ വിചാരം വലിയ ആണമുട്ട കിട്ടിയ പോലെയാ. അല്ല, ശരിക്കും പറഞ്ഞാൽ 3 സീറ്റ് കിട്ടിയത് BJP-യുടെ ഒരു വലിയ രാഷ്ട്രീയ വിജയമാണെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. 3 സീറ്റ് കിട്ടി, അതെ, രാഷ്ട്രീയ വിജയമാണെന്ന് ഞാൻ ഒരിക്കലും ചിന്തിക്കുന്നില്ല. മാത്രമല്ല, വോട്ടിംഗ് പെർസെന്റേജ് കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം BJP-ക്ക് എല്ലാ കാലഘട്ടങ്ങളിലും കൂടിക്കൊണ്ടിരുന്ന വോട്ടിംഗ് പെർസെന്റേജ് ആണ് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലായി വോട്ടിംഗ് പെർസെന്റേജിൽ വലിയ കുറവ് വന്നിട്ടുണ്ട്. പിന്നെ സീറ്റ് കിട്ടുന്നു എന്നുള്ളത് ചില സ്ഥലങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന ആ പ്രവർത്തകരുടെ മികവാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 10-15 വർഷമായിട്ട് തിരുവനന്തപുരത്ത് കൗൺസിലർമാരുണ്ട്. കൗൺസിലർമാര് സഭയ്ക്കകത്തും പുറത്തും ഒരേ രീതിയിൽ സമരം ചെയ്യുകയും വിവരങ്ങൾ ജനങ്ങളിൽ എത്തിക്കുകയും നന്നായി സമരം ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു പ്രതിഫലനമാണ് കൗൺസിലിൽ നമ്മൾ കണ്ടത്. അതുപോലെ തന്നെയാണ് തിരുവനന്തപുരത്തെ, പ്രത്യേകിച്ച് ചാത്തന്നൂരും കഴക്കൂട്ടവും നേമത്തെ വിജയത്തെ ഒരു വലിയ രാഷ്ട്രീയ വിജയം ഏതോ ഒരു സ്ട്രാറ്റജി കൊണ്ട് വിജയിപ്പിച്ചെടുത്തതാണെന്നൊന്നും ചിന്തിക്കാൻ കഴിയില്ല. ഇല്ല, കാരണം ചാത്തന്നൂര് കഴിഞ്ഞ തവണ തന്നെ 2ാം സ്ഥാനത്തെത്തിയതാ. 2ാം സ്ഥാനത്തെത്തിയ മണ്ഡലമാണ്. അവിടുത്തെ അദ്ദേഹം ഒരു അധ്യാപകനാണ്, SNDP-യുടെ ആളാണ്. അദ്ദേഹം കഴിഞ്ഞ 10 വർഷമായി അവിടെ കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രവർത്തിക്കുകയാണ്. അതുപോലെ തന്നെയാണ് കഴക്കൂട്ടത്ത്. മുരളീധരൻ കഴക്കൂട്ടത്ത് കഴിഞ്ഞ കുറെ കാലങ്ങളായി കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രവർത്തിക്കുകയാണ്. മുരളീധരന്റെ പ്രവർത്തനം. പിന്നെ ഏറ്റവും ഗുണകരമായത് ഈ 3 സീറ്റുകൾ, ഇവിടെ പിടിച്ചെടുക്കപ്പെട്ട 3 സീറ്റുകൾ ഇടതുപക്ഷത്തിന്റെ സീറ്റുകളാണ്. എന്നാൽ ഇടതുപക്ഷത്തിനെതിരെയുള്ള ഒരു ജനവികാരം അത്
കൃത്യമായ തരത്തിൽ മറ്റൊരു മണ്ഡലത്തിന് ഇവർക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ബാക്കി ഈ 3 മണ്ഡലങ്ങളിലും മാത്രം ഉപയോഗിക്കാൻ കഴിഞ്ഞു, മറ്റുള്ള മണ്ഡലങ്ങൾ ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല. അത് സ്ഥാനാർത്ഥികളുടെ മികവ് തന്നെയാണ്. ഇപ്പൊ രാജീവ് ചന്ദ്രശേഖർ ആണെങ്കിലും സ്ഥാനാർത്ഥികളുടെ മികവും എതിർഭാഗത്തെ സ്ഥാനാർത്ഥികളുടെ മോശത്തരവും അല്ല, എതിർഭാഗത്തെ സ്ഥാനാർത്ഥികളുടെ മോശത്തരവും, അതായത് പിന്നെ ഇപ്പൊ പിന്നെ ചാത്തന്നൂര് കഴിഞ്ഞ തവണ തന്നെ UDF 3-ാം സ്ഥാനത്ത് അവർ നല്ല സ്ഥാനാർത്ഥിയെ നിർത്തി, പക്ഷെ അവർക്ക് പിന്നെ 1-ാം സ്ഥാനത്തോട്ട് കയറി വരാൻ പറ്റത്തില്ല. അതേപോലെ തന്നെ ഇപ്പുറത്ത് കഴക്കൂട്ടത്ത് പിന്നെ ഇവരുടെ ഭാഗ്യത്തിനാണ് അങ്ങനെ സ്ഥാനാർത്ഥിയെ കിട്ടിയത്. അതിന് പകരം അവിടെ JS-ലാണ് സ്ഥാനാർത്ഥി എന്നുണ്ടെങ്കിൽ അഖിൽ ചിലപ്പോൾ ജയിച്ചു പോകും കോൺഗ്രസിന്റെ കഴക്കൂട്ടത്ത്. അത് മാത്രമല്ല, കഴക്കൂട്ടത്ത് ശരത്ചന്ദ്ര പ്രസാദ് വന്നുകൊണ്ട് കൃത്യമായ വോട്ട് ശരത്ചന്ദ്ര പ്രസാദ് പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ അത് മാത്രമല്ല, മുരളിയേട്ടന് വലിയ ഗുണം ചെയ്ത മുരളിയേട്ടന്റെ പ്രവർത്തനം തന്നെ. അവിടെ കഴിഞ്ഞ കുറെ നാളുകളെ മുരളിയേട്ടൻ അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പിന്നെ ഈ പറയപ്പെടുന്ന നേമത്തെ ആണെങ്കിലും സംസ്ഥാന പ്രസിഡന്റ് നേരത്തെ തന്നെ സ്വന്തമായി അനൗൺസ് ചെയ്തു. നേമത്ത് പൊതുവെ ബേസുള്ള മണ്ഡലമാണ്, നേമത്തെ ജയസാധ്യതയുള്ള മണ്ഡലമാണ്, ജയസാധ്യത കുറഞ്ഞ മണ്ഡലമല്ല. പിന്നെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ അവിടെ മത്സരിക്കാൻ സത്യം പറഞ്ഞാൽ പേടിച്ചു നിൽക്കുകയായിരുന്നു എന്നുള്ളതാണ്. അവസാന ദിവസം ശബരിനാഥിനെ അവിടെ ഇറക്കി എങ്കിൽ പോലും അവിടെ ഒരു നല്ല കോൺഗ്രസ് സ്ഥാനാർത്ഥിയും ഉണ്ടായിരുന്നില്ല. എങ്കിലും വലിയ വിജയമല്ല, അവിടെ ചെറിയ വോട്ടിനാണ്, 3000 വോട്ടിനാണ് രാജീവ് ചന്ദ്രശേഖർ വിജയിച്ചിരിക്കുന്നത്, 3000 ഇഷ്ടം വോട്ടിനാണ്. അതുകൊണ്ട് ഇതൊരു സ്ട്രാറ്റജി, അതായത് BJP-യുടെ പാർലമെന്റ് ഇലക്ഷനിലുണ്ടായ വോട്ടിംഗ് പാറ്റേൺ പോലും പൊളിറ്റിക്ക് അവിടെ നടത്താൻ കിട്ടിയിട്ടില്ല. മാത്രമല്ല വലിയ രീതിയിൽ BJP-യുടെ ചില നേതാക്കന്മാർ അവരുടെ സ്ട്രാറ്റജിയാണ്, അവരുടെ ഭയങ്കര മാസ്റ്റർ മൈൻഡാണ്. അതുകൊണ്ടാണ് കേരളത്തിൽ ഈ ഭരണം പിടിച്ചെടുത്തത് തങ്ങളുടെ കഴിവാണെന്ന തരത്തിൽ പ്രചരിപ്പിക്കുക. രാജീവ് ചന്ദ്രശേഖർ അല്ല കേട്ടോ, അദ്ദേഹം ഇത്തരത്തിലുള്ള സത്യത്തിൽ കേരള പൊളിറ്റിക്സിന്റെ പൾസ് അറിയാത്തതിന്റെ ഭാഗമായിട്ട് രാജീവ് ചന്ദ്രശേഖരനെ പലരും പൊട്ടനാക്കിയിട്ട് ബാക്കി പലരും ഇതിനകത്തുള്ള കച്ചവടം നടത്തുന്നു എന്നുള്ള അഭിപ്രായം പൊതുവിലുണ്ട്. അതിനോട് എന്താ ശരിക്ക് പറയാനുള്ളത്? തീർച്ചയായിട്ടും അത് 100% ശരിയാണ്. അതിന്റെ ചില തെളിവുകൾ എന്തെങ്കിലും വരും ദിവസങ്ങളിൽ ഞാനത് പുറത്തുവിടും. സീലയുടെ ഒരു വാർത്ത ഞാൻ കണ്ടായിരുന്നു. സീല പിന്നെ അതായത് വിവരം കെട്ട അന്തംകമ്മി ആയിട്ടിരുന്നു. അതായത് കമ്മ്യൂണിസ്റ്റുകാരെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, അവരെ നമ്മൾ അന്തംകമ്മികൾ എന്ന് പറയാറില്ല. പക്ഷെ വെറും അന്തംകമ്മിത്തരം പറയുന്ന അപർണ സെന്നിനെ പോലുള്ള ആളുകളെ PR വർക്ക് ഏൽപ്പിച്ചു എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വാർത്ത ചെയ്തപ്പോ ആധികാരികമായിട്ടുള്ള സോഴ്സിൽ നിന്ന് വിവരം കിട്ടിയിട്ടാണോ ഇതേ? തീർച്ചയായിട്ടും എനിക്കത് വ്യക്തമായ രീതിയിൽ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞാൻ ആ വാർത്ത ചെയ്തത്. അതിന്റെ പേരിൽ എനിക്ക് ചില ആൾക്കാർ വന്നിട്ട് തെളിവുണ്ടെങ്കിൽ പുറത്തുവിടും എന്ന് പറഞ്ഞിട്ട് എന്റെ വോളിലൊക്കെ വാർത്ത ചെയ്യുന്നുണ്ട്. പല നേതാക്കന്മാരുമായി, ഈ PR എടുത്ത പല നേതാക്കന്മാരുമായി ഞാൻ ഫോണിലും നേരിട്ടും സംസാരിച്ചതിന്റെ തെളിവുകൾ എന്റെ കയ്യിലുണ്ട്. ഞാൻ പിന്നെ നമ്മള് നടത്തിയ ഒരു പേഴ്സണൽ ടോക്ക് ആയതുകൊണ്ട് അത് പുറത്തു വിടുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പല സ്ഥലങ്ങളിൽ പിന്നെ അങ്ങനെ ഇല്ലെങ്കിൽ ഞാൻ എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ. ഞാൻ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും കള്ളമുണ്ടെങ്കിൽ, ഈ പറയപ്പെടുന്ന അപർണ സെൻ എന്ന ആൾക്ക് PR കൊടുത്തിട്ടില്ല എങ്കിൽ, അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടില്ല എങ്കിൽ BJP നേതാക്കന്മാർക്കോ BJP നേതൃത്വത്തിനോ എനിക്കെതിരെ കേസ് കൊടുത്തോട്ടെ. അപ്പൊ ഞാൻ വേണ്ട തെളിവുകൾ ഹാജരാക്കിക്കൊള്ളാം. അപർണ സെന്റെ ജേർണലിസ്റ്റിക് ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് കൃത്യമായിട്ട് ശ്രീലയ്ക്ക് അറിയാമെന്ന് തോന്നുന്നു. റിപ്പോർട്ട് എന്റെ കൂടെ ജോലി ചെയ്തിട്ടുള്ള, എന്റെ ജൂനിയറായി ജോലി ചെയ്തിട്ടുള്ള ഒരാളാണ് അപർണ. അല്ല, അത് കഴിഞ്ഞിട്ട് റിപ്പോർട്ടർ ചാനൽ പൂട്ടി അവിടെ ശമ്പളം ഇല്ലാതിരിക്കുമ്പോഴും നികേഷ് കുമാറിന്റെ കൂടെ തന്നെ ഒട്ടി നിന്നിട്ട് പോലും പിന്നെ ആൻഡോ അഗസ്റ്റിൻ റിപ്പോർട്ടർ ചാനൽ എടുക്കുമ്പോ ഇതിനൊന്നും വേണ്ട, കഴിവുള്ള ആൾക്കാരെ വേണമെന്ന് പറഞ്ഞു, പ്രൊഫഷണൽസിനെ വേണമെന്ന് പറഞ്ഞിട്ട് അപർണ സെന്നെ അവിടെ നിന്ന് ഒഴിവാക്കിയതാ. തീർച്ചയായും അത് മാത്രമല്ല, ഈ പറയപ്പെടുന്ന ഇതിന് ശേഷം, അതായത് എന്റെ വാർത്ത വന്ന ശേഷം ചിലര് വലിയ രീതിയിൽ അഭിപ്രായപ്പെട്ടു ഈ അപർണ സെന്നിന്റെ കമ്പനി, ആ കമ്പനി പ്രൊഫഷണലായി ചെയ്യുന്നവർക്കല്ലേ അത് കൊടുക്കാൻ പറ്റുമെന്ന്. ഞാനൊരു കാര്യം പറയാം, രാജൻ അറിയാലോ, ഞാൻ PR ചെയ്യുന്ന ആളല്ല. ഞാൻ PR ചെയ്യുന്നത് കൊണ്ടുമല്ല ഇത് വാർത്തയാക്കിയത്. ഞാൻ PR ഏജൻസി നടത്തുന്നില്ല, ഞാൻ PR ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. പല രാഷ്ട്രീയക്കാരും PR ഓഫർ ചെയ്തുകൊണ്ട് ഇങ്ങോട്ട് പല കോൺഗ്രസുകാരും CPM-കാരും ഒക്കെ എന്നെ വിളിച്ചിരുന്നു. വന്നിരുന്നു. അപ്പൊ അത് ഞാൻ ചെയ്യുന്നില്ല എന്നുള്ളത് എന്റെ തീരുമാനമായിരുന്നു. ഞാനത് ചെയ്യുകയുമില്ല. എനിക്ക് തോന്നുന്ന വാർത്തകൾ, എന്റെ ഇതിൽ തോന്നുന്ന വാർത്തകളാണ് ഞാൻ ചെയ്യുന്നത്, PR അല്ല ചെയ്യുന്നത്. അതിനപ്പുറത്തേക്ക് അപ്പൊ അതുകൊണ്ട് ചിലർ വന്നിട്ട് നിങ്ങൾക്ക് PR കിട്ടാത്തതുകൊണ്ടാണ് നിങ്ങൾ ഇതൊക്കെ പറയുന്നതെന്ന തരത്തിൽ ചില പ്രചരണങ്ങൾ നടത്താൻ, അത് എല്ലാ കാലത്തും ഇവർ ചെയ്യുന്നതാണ്. അപ്പൊ ഞാൻ എല്ലാവരും PR നടത്തുന്നതുകൊണ്ടല്ല ഞാൻ പറയുന്നത്. ഞാൻ ഈ കമ്പനി അയ്യോ ഒരു സെക്കൻഡേ, നിങ്ങളൊന്ന് ക്ഷമിക്കണം. പിന്നെ അവിടെ എന്തോ ഒരു പ്രശ്നം പറ്റിപ്പോയി. ഈ പാർട്ണർഷിപ്പ് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
മറ്റു ചാനലുകളിലൊക്കെ ഇന്റർവ്യൂ അത് ഇടനിലക്കാരായി എങ്കിലും ചെയ്യാൻ എത്ര കോടിയുടെ ഡീലാണ് പറഞ്ഞത്, എത്ര സീറ്റാണ്? അതായത് അതായത് കിട്ടുന്നതുകൊണ്ടല്ല ഞാൻ പറയുന്നത്. ഞാൻ ഈ കമ്പനിയുടെ പേര് കിട്ടുന്നതുകൊണ്ടല്ല ഈ കമ്പനി ഇതിനൊന്നും വേണ്ട, കഴിവുള്ള ആൾക്കാരെ വേണമെന്ന് പറഞ്ഞു, പ്രൊഫഷണൽസിനെ വേണമെന്ന് പറഞ്ഞിട്ട് അപർണാസിനെ അവിടെ നിന്ന് ഒഴിവാക്കിയതാ. തീർച്ചയായും അത് മാത്രമല്ല ഇപ്പൊ ഈ പറയപ്പെടുന്ന ഇതിന് ശേഷം ക്ഷമിക്കണേ, കാരണം ഇടയ്ക്ക് ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടായതുകൊണ്ട് ചിലത് കുറച്ച് ഭാഗം കൂടി എക്സ്ട്രാ നിങ്ങൾക്ക് കേൾക്കേണ്ടി വരുന്നുണ്ട്, ക്ഷമിക്കണം. ഇല്ലെങ്കിൽ അല്ലാതെ എൻ്റെ അടുത്ത് ഓപ്ഷൻ ഇല്ല. അതായത് എന്റെ വാർത്ത വന്ന ശേഷം ചിലര് വലിയ രീതിയിൽ അഭിപ്രായപ്പെട്ടു ഈ അപർണ സെന്നിന്റെ കമ്പനി, ആ കമ്പനി പ്രൊഫഷണലായി ചെയ്യുന്നവർക്കല്ലേ അത് കൊടുക്കാൻ പറ്റുമെന്ന്. ഞാനൊരു കാര്യം പറയാം, രാജൻ അറിയാലോ, ഞാൻ PR ചെയ്യുന്ന ആളല്ല. ഞാൻ PR ചെയ്യുന്നത് കൊണ്ടുമല്ല ഇത് വാർത്തയാക്കിയത്. ഞാൻ PR ഏജൻസി നടത്തുന്നില്ല, ഞാൻ PR ചെയ്യുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, സുഹൃത്തുക്കൾ, പിന്നെ താല്പര്യമുള്ളവർ, ഇല്ലാത്തവർക്ക് വിട്ടുപോകാം. ഇത് മുഴുവൻ കേൾക്കാൻ, ഇത് കേട്ടാൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ക്ലാരിറ്റി ഉണ്ടാവും. ഇത് കഴിഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്, വേറെയുണ്ട് ഓഡിയോസ്. നാളത്തെ BJP യോഗത്തിനകത്ത് ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന വിഷയമാണെന്ന് തന്നെ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ഈ രാത്രിയിലിരുന്നിട്ട് ഈ 11 മണി സമയത്ത് ഇരുന്നിട്ട് ഞാനിത് ചെയ്യുന്നത്. എന്തായിരുന്നാലും ഞാൻ പിന്നെ ബാക്കിയുള്ള ഭാഗം കൂടി നിങ്ങളെ കേൾപ്പിക്കാം. അപ്പോഴത്തേക്ക് ഞാനൊന്ന് എണീറ്റ് പോയിട്ട് ഒന്ന് വരാം. ഓക്കെ, ഒന്നും ചെയ്യുന്നില്ല. പല രാഷ്ട്രീയക്കാരും PR ഓഫർ ചെയ്തുകൊണ്ട് ഇങ്ങോട്ട് പല കോൺഗ്രസുകാരും CPM-കാരും ഒക്കെ എന്നെ വിളിച്ചിരുന്നു. വന്നിരുന്നു. അപ്പൊ അത് ഞാൻ ചെയ്യുന്നില്ല എന്നുള്ളത് എന്റെ തീരുമാനമായിരുന്നു. ഞാനത് ചെയ്യുകയില്ല. എനിക്ക് തോന്നുന്ന വാർത്തകൾ, എന്റെ ഇതിൽ തോന്നുന്ന വാർത്തകളാണ് ഞാൻ ചെയ്യുന്നത്, PR അല്ല ചെയ്യുന്നത്. അതിനപ്പുറത്തേക്ക് അപ്പൊ അതുകൊണ്ട് ചിലർ വന്നിട്ട് നിങ്ങൾക്ക് PR കിട്ടാത്തതുകൊണ്ടാണ് നിങ്ങൾ ഇതൊക്കെ പറയുന്ന തരത്തിൽ ചില പ്രചരണങ്ങൾ നടത്താൻ, അത് എല്ലാ കാലത്തും ഇവർ ചെയ്യുന്നതാണ്. അപ്പൊ ഞാൻ അതായത് PR നടത്തുന്നതുകൊണ്ടല്ല ഞാൻ പറയുന്നത്. ഞാൻ ഈ കമ്പനിയുടെ പേര് തന്നെ ഞാൻ ഇപ്പൊ ആ കമ്പനിയുടെ പേര് ഞാൻ അതിൽ ഇതിൽ പ്രാധാന്യമുണ്ട്. ഇവർ പറയുന്നത് ഇവര് ഭയങ്കര പ്രൊഫഷണൽ ടീമാണ് എന്നാണ്. ഈ പ്രൊഫഷണൽ ടീമിനെ കുറിച്ച് രാജനൊന്ന് സെർച്ച് ചെയ്ത് നോക്കണം. ഈ കമ്പനിയുടെ പേര് ഐഡിയൽ സ്ട്രാറ്റജിക്കൽ അനലിറ്റിക്കൽ ഗ്രൂപ്പ് എന്നാണ്. ഈ കമ്പനിയിൽ ആകെ ഇവർക്കുള്ളത് ഗൂഗിളിൽ തപ്പിയാൽ പോലും ചിലപ്പോൾ കിട്ടത്തില്ല. ഇല്ല, ഗൂഗിളിലില്ല, ഒരു സ്ഥലത്തുമില്ല. ആകെ ഉള്ളത് ഒരു ഇൻസ്റ്റാ പേജാണ്. ആ ഇൻസ്റ്റാ പേജിൽ 5-6 ആരൊക്കെയോ ഞാൻ മനസ്സിലാക്കിയെടുത്ത വ്യക്തിത്വം പിന്നെ ഇതിന്റെ ഈ പിന്നെ സീല ചെയ്ത സ്റ്റോറിയുടെ ഒരു കണ്ടന്റിന്റെ സംക്ഷിപ്ത രൂപം എന്റെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ എന്തായിരുന്നു സ്റ്റീലയുടെ അലിഗേഷൻ, എന്തായിരുന്നു സ്റ്റീലക്ക് കിട്ടിയിട്ടുള്ള ഫാക്ട്സിന്റെ അടിസ്ഥാനത്തിൽ സ്റ്റീല പറഞ്ഞിട്ടുള്ളത്, എത്ര കോടിയുടെ ഡീലാണ് പറഞ്ഞത്, എത്ര സീറ്റാണ്? അതായത് ഞാൻ മനസ്സിലാക്കിയത് ഏതാണ്ട് 18ഓളം മണ്ഡലങ്ങളിൽ അപർണ സെൻ എന്ന് പറയുന്ന ഈ മാധ്യമ പ്രവർത്തകയ്ക്കാണ് PR കൊടുത്തിരുന്നത്. അതിൽ ചിലത് വലിയ പ്രശ്നത്തെ നേരിട്ടതിനെ തുടർന്ന് ഒഴിവാക്കി. കാട്ടാക്കടയിൽ കൃഷ്ണദാസ് ഒരു ഘട്ടത്തിൽ വിജയിക്കുമെന്ന് CPM പോലും ഭയന്നിരുന്ന ഒരാളാണ്. കഴിഞ്ഞ ദിവസം CPM-ന്റെ ഭാഗമായി നിന്ന് CPM-ന് വേണ്ടി സ്ട്രാറ്റജി തയ്യാറാക്കിയ ഒരാൾ എന്റെ ഈ വാർത്ത കണ്ട് എന്നെ വിളിക്കുകയും സത്യത്തിൽ ഇവര് പിന്നെ PR ചെയ്തുകൊണ്ടാണ് അവിടെ തോൽക്കാനുള്ള സാഹചര്യം ഉണ്ടായത് എന്ന് അദ്ദേഹം എന്നോട് പറയുകയും ചെയ്തു. കൃഷ്ണദാസ് ഏറ്റവും എളുപ്പം ജയിക്കാവുന്ന ഒരു മണ്ഡലമായിരുന്നു കാട്ടാക്കട കൃഷ്ണദാസിനെ സംബന്ധിച്ചിടത്തോളം എന്നാണ് അവരിൽ നിന്ന് എനിക്ക് കിട്ടിയ ഫീഡ്ബാക്ക്. യഥാർത്ഥത്തിൽ അങ്ങനെ കാട്ടാക്കടയിലൊക്കെ എനിക്ക് തോന്നുന്നു ഒരു ദിവസം 1 ലക്ഷം രൂപ വെച്ചാണ് കൃഷ്ണദാസിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ടിരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാട്ടാക്കട മാത്രമല്ല പല മണ്ഡലം കാസർഗോഡ് അച്ഛനിന്റെ അടുത്തുനിന്ന് പിന്നെ പൈസ മേടിച്ചിട്ടുണ്ടെന്നുള്ള വിവരമുണ്ട്. അതേപോലെ തന്നെ അങ്ങനെ പിന്നെ പല സ്ഥലത്തും പത്മജ വേണുഗോപാൽ കൊല്ലത്ത് രാജീവ് പ്രസാദ്, ജിതിൻ, അങ്ങനെ നിരവധി മണ്ഡലങ്ങളിൽ PR ചെയ്തിരുന്നത്, അത് A ക്ലാസ് മണ്ഡലങ്ങളിൽ തന്നെ PR ചെയ്തിരുന്ന ഇവരാണ്. അതിനുശേഷം നികേഷ് കുമാർ ഈ വിഷയം അറിഞ്ഞുകൊണ്ട് അപർണയെ വിളിച്ച് സംസാരിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അന്ന് അപർണ പറഞ്ഞ ഞാൻ രഹസ്യം ചോർത്താൻ വേണ്ടി പോയതാണ് എന്നാണ് പറഞ്ഞത്. സൊണാൽ മാത്യു എന്ന് പറയുന്ന ഒരാൾ കൂടി ഉള്ള ഒരു പാർട്ട്ണർഷിപ്പ് ഫേമാണെന്ന് തോന്നുന്നു ഈ നടത്തുന്നത്. ഈ പാർട്ട്ണർഷിപ്പ് ഫേമിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റു ചാനലുകളിലൊക്കെ ഇന്റർവ്യൂ, അത് ഇടനിലക്കാരായി. ഇപ്പൊ ചില ചാനലുകളിലൊക്കെ ഇവർ ഇന്റർവ്യൂ ഈ BJP-ക്കാർക്ക് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനൊക്കെ 1 ലക്ഷം രൂപ GST ഉൾപ്പെടെയുള്ളവ ഈടാക്കിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അങ്ങനെ ഇവരുടെ കമ്പനിയല്ല മറ്റു കമ്പനികൾക്ക് കൊടുത്തുകൊണ്ട് ഇവർക്ക് പ്രത്യേകിച്ച് ഒരു കമ്പനിയോ പ്രത്യേകിച്ച് ഒരു സ്പേസോ എവിടെയെങ്കിലും ചെയ്യാനുള്ള ഒരു സംവിധാനമൊന്നുമില്ല. ഇവരൊരു ഡീലിലെത്തുന്നു, സബ് കോൺട്രാക്ട് കൊടുക്കുന്ന പോലെ ബാക്കിയുള്ളവർക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നു. അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഇടനിലക്കാരി നീരാവാലിയെ പോലെ, നീരാവാലിയുടെ അപ്പുറം എത്തിയില്ലെങ്കിലും ഒരു ഇടനിലക്കാരി. നീരാവാലി എന്നൊക്കെ പറയാൻ പറ്റും. കാരണം കേരളത്തിലെ BJP എന്ന് ആലോചിച്ച് നോക്കൂ, കേരളത്തിലെ BJP-യിലേക്ക് കടന്നു കയറി ആ സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്താൻ സംഘപരിവാർ വിരോധം പറഞ്ഞിരുന്ന ആൾ അത് ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കും. ഇതിനിടയിൽ പറഞ്ഞുണ്ടാക്കിയ മറ്റൊരു നറേറ്റീവ്, അതായത് അതായത് എതിരഭിപ്രായം പറയുന്നവരെ അനുകൂലമാക്കാനുള്ള സാഹചര്യത്തിന്റെ ഭാഗമായാണ് അപർണയെ പോലുള്ളവരെ
അക്കോമഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന തരത്തിലൊരു വാദം മുന്നോട്ട് നിൽക്കുന്നുണ്ട്. അപർണ അത്തരത്തിലൊരു സ്ഥലത്തും അത്തരത്തിൽ അനുകൂലമായോ പ്രതികൂലമായോ പറഞ്ഞിട്ടില്ല ഈ തെരഞ്ഞെടുപ്പിൽ എന്ന് മാത്രമേ ഉള്ളൂ. പ്രതികൂലമായി പറയാൻ അവർക്ക് ഏതെങ്കിലും ചാനൽ സ്പേസ് ഉണ്ടെങ്കിലല്ലേ പ്രതികൂലമായി പറയാൻ പറ്റൂ. അനുകൂലമായും പ്രതികൂലമായും ഞാൻ വേറെ കാര്യം കൂടി ചോദിക്കട്ടെ. അപർണ എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ അറിയുന്ന മലയാളികൾ പോലും വളരെ കുറവായിരിക്കും അപർണ. അതെ, തീർച്ചയായും. ദിലീപിന്റെ കേസ് വന്നുകൊണ്ടും കുറച്ച് നേരം അവിടെ കിടന്ന് ബഹളം വെച്ചതുകൊണ്ടും അന്നത്തെ സ്ഥിതിയില് നികേഷിന് വാർത്ത വായിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. തന്നെ അവിടെ തന്നെ ക്യാബിനിൽ കിടന്നിട്ട് അവിടുന്ന് അപ്പൊ തന്നെ മുണ്ട് പോലും മാറ്റത്തില്ല, ഷർട്ട് എടുത്തിട്ട് വന്നിട്ട് വാർത്ത വായിക്കുന്ന ഒരു കാലമാണ്. റിപ്പോർട്ടർ ചാനലിന്റെ കറണ്ട് പിന്നെ ഫ്യൂസ് വരെ ഊരിപ്പോകുന്ന കാലമായിരുന്നു ആ സമയത്ത്. ആ കാലഘട്ടത്തിൽ ആരും ഇല്ലാത്തത് മാത്രം വാർത്ത വായിപ്പിക്കപ്പെട്ട ഒരാളാണ്. അത് കഴിഞ്ഞ് പ്രൊഫഷണലായി അവരെ സ്ഥാപനം തുടങ്ങിയ സമയത്ത് തന്നെ അപർണയെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയും ചെയ്തിട്ടുണ്ട്. അപർണ രാജിവെച്ചതാണ്. നല്ല പൊസിഷൻ കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് രാജിവെച്ച് പോരുകയായിരുന്നു. നല്ല പൊസിഷൻ കിട്ടില്ല എന്നുള്ളതല്ല, അവർക്ക് ഒഴിവാക്കണമായിരുന്നു. അതായിരുന്നു യഥാർത്ഥത്തിലെ കാര്യം. അങ്ങനെ പോരുകയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്കിപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം BJPക്ക് PR ആർക്ക് കൊടുക്കുന്നു എന്നുള്ളതല്ല. ഞാനൊരു കൺസേൺ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോ അസിസ്റ്റന്റ് മാനേജറായിട്ട് ജോലി ചെയ്യുന്ന എന്റെ ഒരു കൺസേൺ എന്ന് രാജൻ അറിയാമല്ലോ, PR ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ മണ്ഡലത്തിൽ ഈ സ്ഥാനാർത്ഥിയുമായി ഏറ്റവും അടുത്തിടപഴകുകയും സ്ഥാനാർത്ഥി എവിടെയൊക്കെ പോകുന്നു, സ്ഥാനാർത്ഥിയുടെ സ്ട്രാറ്റജി, സ്ഥാനാർത്ഥിക്ക് എവിടെ ആരെയാണ് കാണാൻ പോകേണ്ടത് എന്താണ് എന്ന് മനസ്സിലാക്കുന്ന ഒരാളാണ് PR ചെയ്യുന്നത് എന്നുള്ളതാണ്. അവിടെ യഥാർത്ഥത്തിൽ ഒരു സ്ഥാനാർത്ഥി ഏതെങ്കിലും രീതിയിൽ ചതിക്കണമെങ്കിലോ ഒരു സ്ഥാനാർത്ഥി ഇല്ലാതാക്കണമെങ്കിൽ പോലും സ്ഥാപിക്കാവുന്ന സംവിധാനങ്ങളുള്ള രീതിയിലേക്ക് മാറ്റാൻ ഈ PR അങ്ങനെയുള്ള ചാരന്മാർ അവിടെ ചെന്നാൽ പറ്റുമെന്നുള്ളതാണ് എന്റെ പോയിന്റ്. അല്ലാതെ ഞാൻ PR കമ്പനി നടത്തുന്നില്ല, ആർക്ക് PR കൊടുത്താൽ എനിക്കൊന്നുമില്ല. പിന്നെ അടുത്ത എന്റെ ചോദ്യം മാത്രമല്ല ഇതിന്റെ പിന്നിൽ ഒരു വലിയ ഡീല് നടന്നിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇടനിലക്കാര് ഇതിനകത്ത് നിന്ന് ഇത് ഇപ്പൊ ഈ PR വർക്ക് അപർണയ്ക്ക് കൊടുത്ത് അപർണയുടെ കമ്പനിക്ക് ഏൽപ്പിച്ചു കൊടുത്ത BJP നേതാക്കന്മാരെ അതിന്റെ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇതിന്റെ ഈ PR വർക്ക് അപർണയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്ത പിന്നെ BJPയുടെ ലീഡേഴ്സ് അതിന്റെ ഒരു ഷെയർ പറ്റിയിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായും അത് തന്നെയാണ്. അത് ഈ PR വർക്ക് മാത്രമല്ല, അവിടെ നടന്നിട്ടുള്ള BJP ഓഫീസിൽ നടന്നിട്ടുള്ള എല്ലാ ഡീലുകളും. രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് പണം ആവശ്യമില്ല. അദ്ദേഹം പണത്തെ കുറിച്ച് കൺസേൺ അല്ലാത്ത ഒരാളാണ്. മാത്രമല്ല എല്ലാ തവണയും സാധാരണഗതിയിൽ സംഘടനാ സെക്രട്ടറിമാർ RSSൽ നിന്നാണ് സംഘടനാ സെക്രട്ടറിമാർ BJPയിൽ വരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ആ സംഘടനാ സെക്രട്ടറിമാരാവും പണം കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ അതിന് കൃത്യമായ ഒരു രീതിയും നിയമവും ഒക്കെ ഉണ്ടാവും. ഇവിടെ ഇപ്പോൾ പണം കൈകാര്യം ചെയ്തിട്ടുള്ളത് ആരായാലും ആരെ ഏൽപ്പിച്ചാലും വലിയ തട്ടിപ്പും വെട്ടിപ്പും ഓരോ കാര്യത്തിലും നടന്നിരിക്കുന്നു. വരും ദിവസങ്ങളിൽ ഓരോന്നായി എല്ലാത്തിനും ഏകദേശം 90% തെളിവുകൾ എന്റെ വിളിക്കാൻ കാരണം നാളെ അവരുടെ സ്റ്റേറ്റ് കമ്മിറ്റിയോ കോർ കമ്മിറ്റിയോ എന്തോ കമ്മിറ്റിയോ നടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അടിയന്തരമായിട്ട് വിളിക്കാൻ കാരണം ഇതിനകത്ത് ഈ പിന്നെ രാജീവ് ചന്ദ്രശേഖരന് ഇവിടുത്തെ പൾസ് അറിയത്തില്ല, ഇവിടെ ആരൊക്കെ ചെയ്യുന്നതെന്ന് അറിയത്തില്ല. ആ മനുഷ്യൻ പിന്നെ കുറ്റം പറയുന്നില്ല. ആ മനുഷ്യന് പിന്നെ കേരളത്തിലെ സ്ഥിതി പഠിച്ചു അദ്ദേഹത്തിന് പണമോ അല്ലെങ്കിൽ അദ്ദേഹം ഏതെങ്കിലും തരത്തിലുള്ള അഴിമതിക്കാരനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അദ്ദേഹത്തിന് കേരളത്തിൽ എത്തുമ്പോൾ അദ്ദേഹത്തിന് അറിയില്ല ആരാണ് ആരാണ് തെറ്റെന്ന് അറിയില്ല. അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അതായത് സ്റ്റേറ്റ് ഭാരവാഹിത്വത്തിൽ ഇരിക്കുന്നവർ പോലും ഒരു യോഗ്യതയും ആ ഭാരവാഹിത്വങ്ങളിൽ ഇരിക്കാൻ യോഗ്യതയില്ലാത്തവരാണ് പല പോസ്റ്റുകളിലും ഇരിക്കുന്നത് എന്നുള്ളതാണ്. അദ്ദേഹം സത്യത്തിൽ ഏതെങ്കിലും പ്രൈവറ്റ് ഏജൻസിയെ വെച്ചുകൊണ്ട് ഇവരൊക്കെ ആരാണ്, ഇവരുടെയൊക്കെ മുൻകാല പ്രവർത്തനം എന്താണ്, ഇതൊക്കെ ആരാണ് എന്ന് അദ്ദേഹം ഒന്ന് ആലോചിച്ചാൽ ഒരു ഏജൻസി വെച്ച് കണ്ടെത്തിയാൽ നന്നായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. കേരളത്തിലെ BJPക്ക് ബഹുദൂരം മുന്നോട്ട് പോകാനുണ്ട്. ആ മുന്നോട്ട് പോക്കലിന് തടസ്സമായിരിക്കുന്നത് ഇത്തരത്തിലുള്ള ലൊട്ടിലൊടുക്ക് നേതാക്കന്മാരാണ്. അവർ പണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ഈ സംഘടന ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ശ്രീല ഭയങ്കര ഇമോഷണൽ ആയിട്ട് പിന്നെ എനിക്ക് സ്പേസ് തരുന്നില്ല. എന്റെ ചോദ്യം കേൾക്കാനുള്ള ക്ഷമ വേണം. അതായത് പിന്നെ സത്യത്തിൽ മാരാർജി ഭവനിൽ നിന്ന് ഇനിയിപ്പോ ഇവരെന്നാണ് പുരാവസ്തു വകുപ്പിന് പിന്നെ ഏതെങ്കിലും ഇറ്റലിയിലെ സോണിയാഗാന്ധിയുടെ കേൾക്കുന്നില്ല, എനിക്ക് ക്ലിയർ ആയി കേൾക്കുന്നില്ല. ഹലോ ഇനിയിപ്പോ ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കാം. ഇനിയിപ്പോ അതായത് പിന്നെ ഇദ്ദേഹത്തിന്റെ അജ്ഞതയും ഇവിടുത്തെ പരിചിതമില്ലായ്മയും മുതലെടുത്തുകൊണ്ട് ഇദ്ദേഹത്തിന്റെ അജ്ഞതയും ഇവിടുത്തെ രാഷ്ട്രീയം അറിയില്ല എന്നുള്ളതല്ല. അദ്ദേഹത്തിന് ജനങ്ങളെ പൊതുവെ അറിയാലോ. ദേശീയ രാഷ്ട്രീയത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന ഒരാൾ കേരളത്തിലേക്ക് വരുമ്പോ അദ്ദേഹം വിചാരിക്കുന്ന അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന എല്ലാവരും അദ്ദേഹത്തെ പോലെ ആത്മാർത്ഥതയുള്ളവരാണ് എന്നാണ്.
അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്ന എല്ലാവരും ഈ സംഘടന നന്നാവണമെന്ന് ആഗ്രഹമുള്ളവരാണ്. അതുകൊണ്ട് അത് പറയുന്നത് അദ്ദേഹം അനുസരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല സംഘടനാപരമായി ഒരു അച്ചടക്കം എന്ന രീതിയിൽ സംഘടനയുടെ കൂടി ചുമതലയുള്ള സെക്രട്ടറിമാരൊക്കെ പറഞ്ഞാൽ അദ്ദേഹം അനുസരിക്കേണ്ടതായി വരും. അത് അദ്ദേഹം അനുസരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇതിൽ ഇടപെടാൻ സത്യത്തിൽ RSSൽ നിന്ന് ആരും ഇല്ലാത്തതാണ്. ഒരുപക്ഷെ RSSന് നേരത്തെ സംഘടനാ സെക്രട്ടറി ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സംഘടനാ സെക്രട്ടറി ഇല്ലാത്തതാണ് ഈ പ്രശ്നത്തിന് കാരണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാ ഘട്ടത്തിലും അവിടെ ഒരു മുട്ടുസൂചി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിന്റെ പിന്നിൽ അഴിമതി നടന്നിട്ടുണ്ട്. അത് അദ്ദേഹം കണ്ടെത്തട്ടെ. പല കാര്യങ്ങളും പല തെളിവുകളും ഇതിനകത്തെ ഒന്നാമത് ഞാൻ പറയുന്നത് പൂർത്തീകരിക്കാൻ തീരെ അക്ഷമയായിട്ട് സംസാരിക്കുകയാണ്. പിന്നെ കുഴപ്പമില്ല. പിന്നെ ഇവിടെ ഇടിയും മഴയുണ്ട് കൊച്ചിയില്. ഇതിനകത്തുള്ള രണ്ടാമത്തെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഈ മണ്ണിനെ പരിചിതമല്ലാത്ത അല്ലെങ്കിൽ ഇവിടുത്തെ തട്ടിപ്പുകൾ അറിയാത്ത ഒരു സ്ട്രേറ്റ് പൊളിറ്റീഷ്യൻ എന്നുള്ള രീതിയിൽ ഒരു പിന്നെ വന്ന് രാജീവ് ചന്ദ്രശേഖർ ആത്മാർത്ഥമായിട്ട് ചെയ്യുമ്പം അദ്ദേഹത്തിന്റെ ഇടവും ബലവും നിന്ന് ചെയ്യുന്ന ആളുകളെ കുറിച്ച് ഒരു സൂചന വല്ലതും സ്വീകരിക്കണ്ടോ? തീർച്ചയായിട്ടും എനിക്ക് 100% എനിക്ക് ജോൺ ജോർജിന് ഇവിടുത്തെ കാര്യങ്ങൾ അറിയാവുന്ന ആളല്ലേ? എസ് സുരേഷിന് ഇവിടുത്തെ കാര്യങ്ങൾ അറിയാവുന്ന ആളല്ലേ? അവർക്കൊക്കെ ഷോൺ ജോർജ് ഇപ്പൊ അടുത്ത കാലത്ത് മാത്രം BJP വന്ന ഒരാളാണ്. സോറി, പിന്നെ കുഴപ്പമായി അത്. ഹലോ, പിന്നെ സത്യത്തിൽ മാരാർജി ഭവനിൽ പിന്നെ രാജീവ് ഇപ്പോൾ പണം കൈകാര്യം ചെയ്തിട്ടുള്ളത് ആരായാലും ആരെ ഏൽപ്പിച്ചാലും വലിയ തട്ടിപ്പും വെട്ടിപ്പും ഓരോ കാര്യത്തിലും നടന്നിരിക്കുന്നു. വരും ദിവസങ്ങളിൽ ഓരോന്നായി എല്ലാത്തിന്റെ ഏകദേശം 90% തെളിവുകൾ എന്റെ സീനെ വിളിക്കാൻ കാരണം നാളെ അവരുടെ സ്റ്റേറ്റ് കമ്മിറ്റിയോ കോർ കമ്മിറ്റിയോ എന്തോ കമ്മിറ്റിയോ നടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അടിയന്തരമായിട്ട് വിളിക്കാൻ കാരണം. ഹലോ, ഇദ്ദേഹത്തിന്റെ അജ്ഞതയും രാഷ്ട്രീയം അറിയില്ല എന്നുള്ളതല്ല, അദ്ദേഹത്തിന് ജനങ്ങളെ പിന്നിൽ അഴിമതി നടന്നിട്ടുണ്ട്. അത് അദ്ദേഹം കണ്ടെത്തട്ടെ. പല കാര്യങ്ങൾ RSSന് നേരത്തെ സംഘടന പറഞ്ഞു. ഇതിനെ ക്ഷമയായിട്ട് സംസാരിക്കുകയാണ്. പിന്നെ കുഴപ്പമില്ല. പിന്നെ ഇവിടെ ഇടിയും മഴയുണ്ട് കൊച്ചിയില്. ഇതിനകത്തുള്ള രണ്ടാമത്തെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഈ മണ്ണിനെ പരിചിതമല്ലാത്ത അല്ലെങ്കിൽ ഇവിടുത്തെ തട്ടിപ്പുകൾ അറിയാത്ത ഒരു സ്ട്രേറ്റ് പൊളിറ്റീഷ്യൻ എന്നുള്ള രീതിയിൽ ഒരു പിന്നെ വന്ന് രാജീവ് ചന്ദ്രശേഖർ ആത്മാർത്ഥമായിട്ട് ചെയ്യുമ്പം അദ്ദേഹത്തിന്റെ ഇടവും ബലവും നിന്ന് ചെയ്യുന്ന ആളുകളെ കുറിച്ച് ഒരു സൂചന വല്ലതും സ്വീകരിക്കണ്ടോ? തീർച്ചയായിട്ടും എനിക്ക് 100% എനിക്ക് ജോൺ ജോർജിന് ഇവിടുത്തെ കാര്യങ്ങൾ അറിയാവുന്ന ആളല്ലേ? എസ് സുരേഷിന് ഇവിടുത്തെ കാര്യങ്ങൾ അറിയാവുന്ന ആളല്ലേ? അവർക്കൊക്കെ ഷോൺ ജോർജ് ഇപ്പൊ അടുത്ത കാലത്ത് മാത്രം BJP വന്ന ഒരാളാണ്. എസ് സുരേഷ് പണ്ട് മുതലേ BJPയിലുള്ള ആളാണ്. പക്ഷെ എസ് സുരേഷിനെ സംബന്ധിച്ചിടത്തോളം എസ് സുരേഷിനെ കുറിച്ചൊക്കെ അദ്ദേഹം ഒന്ന് വിലയിരുത്തട്ടെ. ഞാൻ പറയുന്നത് രാജീവ് ചന്ദ്രശേഖർജി ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി എസ് സുരേഷിനെ സംബന്ധിച്ചും അദ്ദേഹത്തിന്റെ പ്രവർത്തികളെ സംബന്ധിച്ചും അദ്ദേഹം ഈ സംഘടനയെ നന്നാക്കാനാണോ സംഘടനയെ തളർത്താനാണോ അദ്ദേഹത്തിന്റെ ഇഷ്ടക്കാരെയും അദ്ദേഹത്തിന്റെ താല്പര്യമുള്ളവരെയും ഈ പാർട്ടിയിൽ കുത്തിക്കയറ്റാനാണോ ശ്രമിക്കുന്നത്? അദ്ദേഹത്തിന്റെ താല്പര്യങ്ങൾക്ക് അനുകൂലമായി അല്ലെങ്കിൽ അടുത്ത സംസ്ഥാന പ്രസിഡന്റ് ആകാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ചില പിണിയാളുകളെ അവിടെ നിയോഗിക്കാനാണോ എന്നൊക്കെയൊന്ന് അദ്ദേഹം രാജീവ് ചന്ദ്രശേഖർജി വിലയിരുത്തട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് സമയം കിട്ടിയാൽ രാജീവ് ചന്ദ്രശേഖർജിയോട് എനിക്ക് 10 മിനിറ്റ് സംസാരിക്കണമെന്നത് ഞാൻ അദ്ദേഹത്തോട് എനിക്കറിയാവുന്ന കാര്യങ്ങളൊന്ന് പറയണമെന്ന് എനിക്കുണ്ട്. അത് ഞാൻ സമയം കിട്ടിയാൽ ഞാൻ അദ്ദേഹത്തോട് എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറയും. അദ്ദേഹത്തിന് അതിന് വേണ്ട കൃത്യമായ തെളിവുകൾ എന്റെ കയ്യിലുള്ള 68 ലക്ഷത്തിന് ഡീല് പറഞ്ഞു 50 ലക്ഷം രൂപ അപർണയ്ക്ക് കൊടുത്തു എന്നുള്ളതാണ്. അത് 50 ലക്ഷം രൂപ ഒറ്റ മണ്ഡലത്തിനാണ്. അതായത് ഞാൻ മനസ്സിലാക്കുന്ന തൃശ്ശൂരിൽ മാത്രം 50 ലക്ഷം രൂപ നൽകിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഏകദേശം എന്നോട് എല്ലാ ആൾക്കാരും പറഞ്ഞതനുസരിച്ചാണെങ്കിൽ എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ചാണ് ഏതാണ്ട് 2-3 കോടി രൂപയ്ക്ക് ഉള്ളിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിനായി നൽകിയിട്ടുണ്ട്. അതിൽ എത്ര കമ്മീഷൻ എത്ര മറ്റ് അപർണയ്ക്ക് റെമ്യൂണറേഷൻ കിട്ടിയെന്നുള്ളത് അറിയില്ല. പല സ്ഥലത്തും പകുതിക്ക് വെച്ച് നിർത്തിവിടേണ്ട സാഹചര്യം ഉണ്ടാക്കുകയായിരുന്നു. നമുക്കറിയാലോ ഒരു PR വർക്ക് കൊടുക്കുന്ന കമ്പനിയുടെ പിന്നെ ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററി എന്താണെന്ന് പോലും വേണ്ടത്ര പരിശോധിക്കാതെ അതുപോലും വെരിഫൈ ചെയ്യാതെ ആരെങ്കിലും പറയുന്നത് കേട്ടോ. അത് മാത്രമല്ല മറ്റൊരു കാര്യം കൂടി രാജൻ എനിക്ക് ഇതിനകത്ത് പറയാനുണ്ട്. ഈ കൊടുത്തതും അല്ലാതെ കേരളത്തിലെ BJPയുടെ സംസ്ഥാന ഓഫീസിൽ നിന്ന് ചില നേതാക്കന്മാർ, ഇത് ഞാൻ വ്യക്തമായി തന്നെ പറയുന്നു, ചില നേതാക്കന്മാർ ചില പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ വിളിച്ച് വല്ലാതെ സമ്മർദ്ദപ്പെടുത്തിയിട്ടുണ്ട്. ഈ PR കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കാത്ത ചിലരെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അത് ആരാണെന്നൊക്കെ രാജീവ് ചന്ദ്രശേഖർജിയോട് ഒരുപക്ഷെ ഇത് കഴിഞ്ഞാൽ ഞാനിപ്പോ മൊത്തം കാര്യങ്ങൾ വിട്ടു പറയുന്നില്ല, കാരണം ഒരു സംഘടനയുടെ വിഷയങ്ങളാണ്. അതുകൊണ്ട് ഞാൻ മുഴുവൻ വിട്ടു പറയുന്നില്ല. ചില കാര്യങ്ങൾ അദ്ദേഹത്തെ എനിക്ക് ബോധിപ്പിക്കാനുണ്ട്. അത് അദ്ദേഹത്തെ തന്നെ നേരിട്ട് ഞാൻ ബോധിപ്പിക്കും. സംശയമൊന്നും. അടുത്ത കൊല്ലം മാരാർജി ഭവനിൽ പോയായിരുന്നോ? എന്തോ
അടുത്ത് വല്ലോ മാരാർജി ഭവനിൽ പോയായിരുന്നോ? ഞാൻ അടുത്ത ദിവസങ്ങളിലൊന്നും പോയിട്ടില്ല. മാരാർജിയുടെ അതുകൊണ്ടല്ല ഞാൻ ചോദിച്ചേ മാരാർജിയുടെ ഒരു അർദ്ധകായ പ്രതിമ അവിടെ ഉണ്ട്. അത് ഇനി പിന്നെ സോണിയാഗാന്ധിയുടെ സഹോദരിമാർക്ക് ഇറ്റലിയിൽ പുരാവസ്തു വിൽക്കുന്ന കടയുണ്ട്, അങ്ങോട്ട് വിറ്റിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ടാ. അതെനിക്കറിയില്ല, ഞാൻ അടുത്ത കാലത്ത് പോയിട്ടില്ല അവിടോട്ട്. കാരണം എന്തെങ്കിലും ഞാൻ ആവശ്യമുണ്ടെങ്കിൽ മാത്രം വാർത്താ സമ്മേളനങ്ങളോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് പോകേണ്ട ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ അങ്ങോട്ട് പോകാറുള്ളൂ. അവിടെ പോയിട്ട് എന്തെങ്കിലും വാർത്താ സമ്മേളനം കഴിഞ്ഞ ദിവസം കണ്ട് ഒരാഴ്ചക്ക് മുമ്പ് വാർത്താ സമ്മേളനത്തിന് പോയിരുന്നു. അങ്ങോട്ട് പോയിട്ട് ഇനിയിപ്പം അത് പിന്നെ ഇവന്മാരെല്ലാം കൂടെ കച്ചവടം നടത്തിയിട്ട് അതൊന്ന് ടൂറിസ്റ്റ് ഹോം ആക്കി മാറ്റുമെന്നുള്ളത് നോക്കിയാൽ മതി അല്ലേ? നല്ല കച്ചവടമായിട്ടാണ് നടന്നിട്ടുള്ളത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒന്നാന്തരം കച്ചവടം നടന്നിട്ടുണ്ട്. അതിൽ പല തെളിവുകൾ എന്റെ ഉണ്ട്. ചില വളരെ കൃത്യമായ തെളിവുകളാണ് രാജൻ എന്റെ കയ്യിലിരിക്കുന്ന വെറുതെയുള്ള തെളിവുകളല്ല, വളരെ കൃത്യമായ തെളിവുകൾ, എനിക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന തെളിവുകൾ എന്റെ കയ്യിലുണ്ട്. അത് ഞാൻ വരും ദിവസങ്ങളിൽ ആദ്യം ചന്ദ്രശേഖരത്തിൽ കൈമാറും. ഓക്കെ ശീല, ഓക്കെ. എന്തുണ്ടെങ്കിലും കീപ് ഇൻ ടച്ച്. ഓക്കെ ഓക്കെ ഓക്കെ. എവിടെയൊക്കെയോ കട്ടായിട്ടുണ്ട്. ഓക്കെ 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 ഓക്കെ. സുഹൃത്തുക്കളെ, ഇത് പിന്നെ ഒറ്റ എപ്പിസോഡിൽ വിടണമെന്ന് കരുതി, പക്ഷേ ഇപ്പം തന്നെ ഏകദേശം 31 മിനിറ്റായി. അതുകൊണ്ട് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ, വിശദാംശങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പങ്കുവെക്കാനുണ്ട്. അത് BJP പ്രവർത്തകർ, കേരളത്തിലെ ഓരോ BJP പ്രവർത്തകരും അറിഞ്ഞിരിക്കേണ്ടതാണ്. BJPയുടെ സ്റ്റേറ്റ് കമ്മിറ്റി അംഗങ്ങൾ, കോർ കമ്മിറ്റി അംഗങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. കാരണം ആ പൊട്ടന്മാരിതൊന്നും അറിയുന്നില്ല. കഥ അറിയാൻ ആട്ടം കാണുക വെറുതെ. സൂര്യ നമ്പൂരിപ്പാട് പിന്നെ ഇത് കാണാൻ പോയതുപോലെ കഥകൾ എനിക്ക് വലിയ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് കഥകളിയെക്കുറിച്ച് വർത്തമാനം പറഞ്ഞിട്ട് ഇന്ദുലേഖലെടുത്ത് വർത്തമാനം പറഞ്ഞ മാതിരി പറയുന്ന കുറേ എണ്ണമുണ്ട്. അപ്പോൾ ആ മനുഷ്യന്മാർ മനസ്സിലാക്കണം, നിങ്ങളുടെ വിയർപ്പ്, നിങ്ങളുടെ ചോര അത് ഊറ്റിക്കുടിച്ചിട്ട് ചീർത്ത് വീർക്കുന്ന കുറേ മൂട്ടകൾ ഇവിടെ ഉണ്ട് BJPക്കകത്ത് ഉണ്ടെന്നുള്ളതാണ്. അത് ഓരോ പാർട്ടിക്കകത്തുണ്ട്. ഓരോ പാർട്ടിക്കകത്തുള്ളതും തുറന്ന് കാണിക്കും. BJPക്കകത്തുള്ളത് തുറന്ന് കാണിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഇതിൻ്റെ 2ാം ഭാഗവും ഉടനെ തന്നെ റിലീസ് ചെയ്യുന്നതാണ്. നിങ്ങളിത് കാണുക. ഇത് കണ്ടതിന് ശേഷം അടുത്ത ഭാഗവും കൂടി കാണുക പ്ലീസ്. ഓക്കെ, ഗുഡ് നൈറ്റ് പറയുന്നില്ല. മിക്കവാറും അടുത്ത ഭാഗവും ഇപ്പം തന്നെ രാത്രി തന്നെ വിടും.